ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഫിലിപ്പി 2-ാം അധ്യായം 8-ാം തിരുവചനം, അത് ഈശോ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി മാറി. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പിശാചിനെ തകർത്തത് അത്ഭുതങ്ങൾ ചെയ്തോ രോഗശാന്തി ചെയ്തോ അല്ല. കുരിശിൽ പിതാവായ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് പിതാവിനെ 100% അനുസരിച്ചപ്പോഴാണ് പിശാചിൻ്റെ തല തകർന്നത്. എവിടെ അനുസരണമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരും. ഈശോ പിശാചിനെ നശിപ്പിച്ച കൊന്ന ആയുധമാണ് കുരിശ്. ഈശോയെ കൊന്ന ആയുധമല്ല കുരിശ്, മറിച്ച് ഈശോ പിശാചിനെ തകർത്ത ആയുധമാണ്. നമുക്കറിയാം, അവൻ തന്നെത്താനെ താഴ്ത്തി പിതാവായ ദൈവത്തിൻ്റെ അനുസരിച്ച് മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി മാറി. നമുക്ക് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മൾ സഭയെ സ്നേഹിക്കുക, സഭയെ അനുസരിക്കുക. ഈശോയ്ക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചും ഓരോ സ്വപ്നമുണ്ട്. ദൈവത്തിന് ഓരോ മക്കളെപ്പറ്റിയും ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരപ്പൻ്റെ സ്വപ്നം അവനൊരു ഡോക്ടറാക്കണം, എൻജിനീയറാക്കണം. ഇതുപോലെ ദൈവത്തിന് ഓരോ വ്യക്തികൾ ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുമ്പോൾ ദൈവത്തിനൊരു സ്വപ്നം വിശുദ്ധനാകണം, വിശുദ്ധയാകണം. നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരാകാൻ 3 വഴികളാണുള്ളത്. നമ്മുടെ വിശുദ്ധരുടെ എല്ലാം ജീവിതമെടുത്ത് പഠിക്കുമ്പോൾ, ഒന്ന്, അവർ ഈശോയെ സ്നേഹിച്ചിരുന്നു, ഈശോയെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിരുന്നു. 2, അവരുടെ എല്ലാം അമ്മ പരിശുദ്ധ അമ്മയായിരുന്നു. 3, അവർ സഭയെ സ്നേഹിച്ചിരുന്നു, സഭയെ അനുസരിച്ചിരുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് പന്നിയോട് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ പന്നികളോട് പ്രസംഗിച്ച് അനുസരിച്ചതിൻ്റെ ഫലമായിട്ടാണ് സഭ കണ്ട ഏറ്റവും വലിയ വിശുദ്ധൻ സഭയിലുണ്ടായത്. വിശുദ്ധ പാതിരിപ്പിയോട് സഭ പറഞ്ഞു, ഇനിയും പ്രസംഗിക്കണ്ട. 10 വർഷത്തോളം സഭ വിലക്കിയപ്പോൾ ഒന്നും മിണ്ടാതെ അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, സന്മാർഗത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായ ഒരു കാര്യവും നമ്മൾ അനുസരിക്കേണ്ട. എന്നാൽ അല്ലാത്ത എല്ലാ കാര്യങ്ങളും സഭയെയും വചനത്തെയും അനുസരിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും. ഈശോയുടെ കുരിശിലെ സഹനവും കുരിശിലെ അനുസരണവും കുരിശിലെ ക്ഷമയും നമ്മളെല്ലാവരെയും കൃപയായി വളർത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.